പറഞ്ഞോളാന്ന് തോന്നുന്നു. ഫസ്നയുടെ അവസാനത്തെ കോളേജ് വിസിറ്റ് ആണ് ഇന്ന്. ഇതുകൂടെ കഴിഞ്ഞാൽ ഫസ്നക്ക് ഒഫീഷ്യലി ആർക്കിടെക്ട് ലൈസൻസ് കിട്ടും. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഞാനും ഫസ്നയും കൂടെ ഇന്ന് ഫസ്നയുടെ കോളേജിൽ പോവാണ്. എന്തിന്? എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൂടി മേടിക്കാനുണ്ട് കോളേജ്. ഈ സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടിയാൽ അവൾ ലൈസൻസ് കിട്ടും. നമ്മൾ പറയും ലൈസൻസ് ആണോ? ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ ഗൈസ് ഇവർക്ക്. ലൈസൻസിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ സെമസ്റ്ററിന്റെയും മാർക്ക് ലിസ്റ്റ് നമ്മള് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണം. അറ്റസ്റ്റ് ചെയ്യാൻ ബാക്കി എടുക്കണ്ടേ? കണ്ടോ, ഈ വ്ളോഗ് എടുത്തത് കൊണ്ട് അവളത് ഓർത്തു. പോയി എടുത്തോണ്ടോ ആടി. ഇനി അവൾ എടുത്തോണ്ട് വന്നിട്ട് കാണാം. പറഞ്ഞോളാന്ന് തോന്നുന്നു. മുറിഞ്ഞ വള ചടങ്ങിയ എവിടെ കൊളുത്തിയതാ? കാലല്ല, വിരല മടങ്ങി. ഏതാ മറ്റേ വിരലല്ല, എന്തോ വലിഞ്ഞപ്പോ ഞാൻ നിമിത്തമാണോ? പോണോ? നമുക്ക് പോണോ? എടാ, അവളുടെ ഡയമണ്ടിന്റെ റിങ് അല്ല വള ഇല്ലേ, അതല്ലേ പോയത്? പോയില്ല. അത് എന്തിനാ ഇറങ്ങി ഓടിയത്? വേഗം എത്താൻ. ആണല്ലേ, വേഗം എത്തി. വരുന്ന കോളേജില് ഇല്ല. വയ്യ, ഞങ്ങൾ പോട്ടോ. വയ്യ, ഹാപ്പി ജേണി. എടുത്തല്ല, പോവാം. എന്തിനാ എടുക്കാൻ മറന്ന? ബാക്കി ഉള്ളതൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം, പ്രിന്റ് എടുത്തിട്ട്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റിന് താണ്ട കയറി. ഫസ്റ്റിന് എല്ലാം എടുത്തല്ലോ, ഉറപ്പല്ലേ? ഇനി തിരിച്ച് വീട്ടിൽ പോകണ്ടല്ലോ. ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റ മുതലേ തന്നെ മറിഞ്ഞു വീഴുവാണ് ഗൈസ്. ആദ്യം സ്റ്റെപ്പിൽ വീണു, ഇപ്പം താണ്ട തൂണിൽ തട്ടി തെന്നി വീഴാൻ പോയി. എന്താ പറ്റിയത് നിനക്ക്? അറിയത്തില്ല, എനിക്ക് ഇങ്ങനെ ഭയങ്കര നെഗറ്റീവ് അടിക്കുന്നേ. അങ്ങനെ അറ്റ്ലാസ് നമ്മൾ കഴക്കൂട്ട് എത്തിയിരിക്കുകയാണ്. 3:35, 4 മണി വരെ ഇവരുടെ കോളേജ് ഉള്ളു. ഇനി ചെന്നാ കിട്ടോടി? അറിയത്തില്ല. കുറച്ചും കൂടെ ഇവളാണെങ്കിൽ ഇവളാ ലാഗ് അടുപ്പിച്ച് ഇത്ര സമയം താമസിച്ചു. ഞാൻ രാവിലെ തൊട്ടേ പോവാൻ പോവാന്ന് പറഞ്ഞിരുന്നേ. പിന്നെ നീയല്ലേ ബിരിയാണി കഴിച്ചോണ്ടിരുന്നത് അവിടെ? 2 മണിയപ്പോ ഞാൻ ഫുൾ റെഡി ആയിരുന്നേ. ഞാൻ ഫോൺ ചെയ്തപ്പോ കട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. വിളിച്ചിട്ട് ഞാൻ ബാത്റൂമിൽ നിന്ന് എഡിറ്റ് ചെയ്യായിരുന്നു ഗൈസ്. ഇവളിരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കും, ഞാൻ താങ്ങിയും തൂങ്ങി. എന്നിട്ട് കൈ കഴുകാതെ ഇരുന്ന് മൊബൈലിൽ റീൽസ് കണ്ടോണ്ടിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് റീൽസ് എഡിറ്റ് ചെയ്യാൻ. അങ്ങനെ ഞാൻ പോയത്. ഞാൻ റീൽസ് കാണാനല്ല, ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോ യൂട്യൂബിൽ വീഡിയോ വെക്കാറുണ്ട്. അപ്പൊ ഇവൻ അനങ്ങുന്നില്ല, അപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടോ അങ്ങനെ ഇരുന്നു. എന്തായാലും 3:35, 4 മണി വരെ കോളേജ് ഉള്ളു. അതിനുശേഷം ഇനി അവൾ അവിടെ പോയി എന്തോ ചെയ്യേണ്ടത്? സെൽഫ് അറ്റസ്റ്റ് ചെയ്യുന്നു. വേറെന്തോ കിട്ടുന്ന സർട്ടിഫിക്കറ്റ്? സർട്ടിഫിക്കറ്റ് ചെല്ലുമ്പോ തന്നെ കിട്ടും. എന്താ സർട്ടിഫിക്കറ്റ്? കോഴ്സ് സർട്ടിഫിക്കറ്റ് അല്ല, എന്റെ സെമസ്റ്റർ 9 മാർക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോഴാ വന്നേ. അപ്പൊ ആ സർട്ടിഫിക്കറ്റും കൂടെ എന്നിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അത് അവിടെ കോളേജിൽ തന്നെയാണോ കൊടുക്കേണ്ടത്? അല്ല, എന്നിട്ട് നമുക്ക് കൊണ്ടുപോകണം. എന്നിട്ട് നമ്മൾ പിന്നെ പോസ്റ്റ് അയക്കുകയോ ചെയ്യുന്നേ. കോളേജിൽ പോയിട്ടുള്ള പരിപാടിയല്ലേ ഉള്ളു? അത് ഇത് മാത്രമേ ഉള്ളൂ. പുറത്തൊന്നും ഇറങ്ങിയുള്ള പരിപാടിയൊന്നുമില്ലല്ലോ, കോളേജിലുള്ള പരിപാടിയേ ഉള്ളൂ. നടക്കുമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞങ്ങൾ കോളേജിലേക്ക് ഫ്രം കഴക്കൂട്ടം. ഈ ഒരു വരവ് കോളേജിൽ കാണുമായിരിക്കും ഇല്ലല്ലോ? ഇനി ഇങ്ങോട്ടേക്ക് ഒരു വരവില്ല. അപ്പൊ നമുക്ക് നിനക്ക് ഈ കഴക്കൂട്ടത്ത് നിന്റെ ഒരു ലാസ്റ്റ് ഡേ രീതിയിൽ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ ഈ കഴക്കൂട്ടം, ഈ റോഡുകൾ കാണുമ്പോൾ? ഓർമ്മകളേ ഉള്ളൂ. നടന്നും ഓടിയും ഒരുപാട് 5 കൊല്ലം എന്ന് വെച്ച് കഴിഞ്ഞാ സബ്മിഷനൊക്കെ വരുന്ന ടൈമിലാണ് ഏറ്റവും കൂടുതല്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കോളേജിൽ നിന്ന് കഴക്കൂട്ടം വരെ വരുന്നല്ല, പ്രിന്റ് എടുക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാലത്തും ഇല്ലാത്ത ബ്ലോക്ക് ഒക്കെ ആയിരിക്കും. സബ്മിഷൻ 12 മണിക്കാണെങ്കിൽ ഷീറ്റും പ്രിന്റ് എടുത്ത് പോകുന്നത് 11:45 ആയിരിക്കും. നിനക്കറിയാലോ ലാസ്റ്റത്തെ സെമസ്റ്ററിലൊക്കെ. ലാസ്റ്റ് ഡേയ്സിൽ ഞാൻ ഇവളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാനും എന്റെ ഒരു കുറച്ചല്ല വലിയ എഫേർട്ട് ഇവളുടെ ലാസ്റ്റ് ഡേയ്സിൽ, അതായത് കോളേജിന്റെ അവസാന ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ആകെ റിലീഫ് എന്ന് പറയാനായിട്ട് ഞങ്ങളുടെ കോളേജിന്റെ അടുത്തൊരു ബീച്ച് ഉണ്ട് ഗൈസ്. വൈകുന്നേരം ഡിസൈൻ സ്റ്റുഡിയോ ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം അവിടെ പോയി കുറച്ചുനേരം ഇരിക്കുമ്പോഴാണ് തലയൊക്കെ ഒന്ന് സത്യം പറഞ്ഞ ഒന്ന് റിലാക്സ് ആവണത് അപ്പോഴാ. ഭയങ്കര ഹെഡേക്ക് ആയിരുന്നു, മൊത്തം 5 കൊല്ലം ഹെഡേക്ക് ആയിരുന്നു. ടെക്സ്ചർ എടുക്കാൻ താല്പര്യമുള്ളവർ ഈ 5 വർഷവും ഹെഡേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം എടുക്കുക കേട്ടോ. കുറെ പേരോടാ എനിക്ക് ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചേ,
ഇത്ത എങ്ങനെയാ സാലറി എന്നൊക്കെ. അപ്പൊ ഞാനൊക്കെ ഒരു പഠിച്ചിറങ്ങി കഴിയുമ്പോ എങ്ങനെയാ വർക്ക് ചെയ്യുമ്പോ സാലറി എന്നൊക്കെ. അപ്പൊ ഞാൻ ആ കൊച്ചു ഒരു ക്വസ്റ്റിന് ഞാൻ റിപ്ലൈ കൊടുത്തോളൂ, ഒരു വോയിസ് അയച്ചു ഞാൻ. ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞേ, മോളെ സാലറി പ്രതീക്ഷയാണ് ഇതെടുക്കുന്നേക്ക്. നാട്ടിലാണ് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കയറിയത് 20K കയറിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 5 മാസം പണിയെടുത്ത 1 വർഷത്തെ ഫീസ് മാത്രമേ ആവത്തുള്ളൂ, ബാക്കി ചെലവുകൾ പോലും ആവത്തില്ല. അപ്പൊ സാലറി ഒന്നും പ്രതീക്ഷിച്ച് ആദ്യം ഇതിലേക്കൊന്ന്, സാലറി ഒക്കെ വേണമെങ്കിൽ വല്ല MBBS ഒക്കെ എടുത്തോ, അല്ലാതെ ഈ പരിപാടിക്ക് ഇറങ്ങരുത് സാലറി അന്വേഷിച്ചിട്ട്. ആർക്കിടെക്ചറിലൊക്കെ ക്ലച്ച് പിടിക്കണമെങ്കിൽ നല്ല ടൈം എടുക്കും. ആസ് യൂഷ്വൽ എല്ലാ പ്രൊഫഷനും പോലെ തന്നെ. ഇപ്പൊ CA, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിലും LB എടുത്താലും എല്ലാത്തിലും ക്ലച്ച് പിടിക്കാൻ ടൈം. പിന്നെ കുറെ ആൾക്കാരുടെ കഴിവും ഒക്കെ വെച്ചിട്ടാണ്. അത്രയും നല്ല കഴിവുള്ളവർ എന്തായാലും ഉയർച്ചയിൽ തന്നെ എത്തും. പിന്നെ ബാക്കിയൊക്കെ പിന്നെ കുറെ ലക്കുണ്ട്, കുറെ ബുദ്ധിയുണ്ട്, എല്ലാം കൂടി ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. എന്നെ പോലെ ഉള്ളവർക്കൊക്കെ കുറച്ചധികം കാലം എടുക്കും ക്ലച്ച് പിടിക്കാൻ. ഞാനേ ഇതിന്റെ കോപ്പി എടുത്തിട്ട് വരാം സർട്ടിഫിക്കറ്റ്സിന്റെ. ഓക്കെ, ഇപ്പൊ സമയം 3:45, 4 മണി വരെ കോളേജ് ഉള്ളു. ഓഫീസ് ഭാഗ്യത്തിന്. എന്താടി ഞാൻ ചോദിച്ചത് സെൽഫ് ടെസ്റ്റ് ചെയ്യുന്നത് കോളേജിന്റെ സീലും എല്ലാം വെക്കണോന്ന് ചോദിച്ചു കോപ്പിയില്. അപ്പൊ പറഞ്ഞു വേണ്ട, ഓൾറെഡി എല്ലാ സർട്ടിഫിക്കറ്റിലും കോപ്പി ഉണ്ടല്ലോ. അപ്പൊ ഇനി നമ്മള് സൈൻ ചെയ്ത് കയറ്റിവിട്ടു. അത് പിള്ളേരാരും ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സീനിയേഴ്സിന്റെ അടുത്ത് ആപ്പാൻ. ഞാൻ വിചാരിച്ച സീനിയേഴ്സ് ആരെങ്കിലും വിളിച്ചു ചോദിക്കാന്ന്. യെസ്, തിങ്കളാഴ്ച തന്നെ ഇത് കയറ്റി വിടണം ഗൈസ് ഡൽഹിക്ക്. അപ്പൊ തിങ്കളാഴ്ച ഡൽഹിക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ എന്ന് നിന്റെ ലൈസൻസ് വരും? അറിയത്തില്ല, 1 month എടുക്കുമായിരിക്കും. ഗൈസ് അങ്ങനെ അവളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി. എന്തായാലും നമ്മൾ ട്രിവാൻഡ്രം വരെ വന്നതല്ലേ, സോ നമുക്ക് ആ ശംഖുമുഖം ബീച്ചിൽ പോയി കുറച്ചു നേരം കുത്തിയിരുന്നിട്ട് പോവാം അല്ലേ? അതെ ഗൈസ്, ഞങ്ങൾ എപ്പോഴും പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ശംഖുമുഖം. അവിടെ ഒരു നല്ല മോമോസ് കടയുണ്ട് ഗൈസ്. ആ പിന്നെ മോമോസ് അല്ല, ഒലക്കട മൂട്. ഗൈസ് ഞാൻ ചുമ്മാ ഒരു സ്ട്രെസ് റിലീഫിന് പോവാണ്. പിന്നെ എനിക്ക് അവിടെ നടുക്ക് ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. ഞാൻ എപ്പം വന്നാലും അവിടെ കയറണമെന്ന് ഇങ്ങനെ വിചാരിക്കും. സോ ഇന്ന് ഗൈസ് നമ്മൾ അവിടെ കയറി ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്രകൃതി രമണീയമായ എയർപോർട്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര മൂഡ് സ്വിങ്സാ. ചില സമയത്ത് ഞാൻ ഭയങ്കര ഹൈപ്പർ ആയിട്ടിരിക്കും, ചിലപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും, ചിലപ്പോ ഒരു മൂഡ് കാണത്തില്ല. ഞാൻ അതുകൊണ്ട് എന്റെ അടുത്ത് പറയുമായിരുന്നു, നമുക്ക് എവിടെയെങ്കിലും പീസ്ഫുൾ ആയ എവിടെയെങ്കിലും പോവാം. ഞങ്ങൾ ആദ്യം ഇങ്ങനെ പ്ലാൻ ചെയ്ത് എവിടെയെങ്കിലും സ്റ്റേക്കേഷന് പോയാലും, ചുമ്മാ ഒരു സ്റ്റേക്കേഷൻ വെറുതെ ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ വിചാരിച്ചു. പിന്നെ നമുക്ക് നാളെ കുറച്ച് പരിപാടിയും ഫംഗ്ഷനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് ബീച്ചിൽ പോയി ഒന്നൊരു ചായ കുടിക്കുമ്പോ ചിലപ്പോ ഒക്കെ ആവുമായിരിക്കും. സോ നമുക്കിനി ശംഖുമുഖത്തേക്ക് പോകാം.